ധോണിക്ക് ശേഷം ആര്? ഒരു കാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഏറ്റവും അധികം തേടിയ ചോദ്യം അതായിരുന്നു. ഡൊമസ്റ്റിക് ക്രിക്കറ്റിലും IPLലുമായി പ്രതിഭ തെളിയിച്ച ഒട്ടേറെ ബാറ്റർമാർ ക്യൂ നിൽക്കുന്ന കാലം. പക്ഷേ ആ പേരുകളിൽ ഏറ്റവും അധികം മുൻതൂക്കം ഹരിദ്വാറിൽ നിന്നുള്ള ഒരു യുവാവിനായിരുന്നു, ഋഷഭ് രാജേന്ദ്ര പന്ത്. രാഹുൽ ദ്രാവിഡും വിരാട് കോഹ്ലിയും സകല ക്രിക്കറ്റ് പണ്ഡിറ്റുകളും ഒരുപോലെ പ്രവചിച്ചു, ഇതാ ധോണിയുടെ പിൻഗാമി വരുന്നു. ധോണി ശൂന്യമാക്കുന്ന സിംഹാസനത്തിലേക്ക് പന്ത് നടന്നു കയറുമെന്നായിരുന്നു BCCIയുടെ വിശ്വാസം. കലണ്ടർ മുന്നോട്ട് മറിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇന്ത്യൻ T20 ടീമിലേക്ക് ഇനി ഒരിക്കലും പരിഗണിക്കാൻ പോലും സാധ്യതയില്ലാത്ത വിധം ആ പേര് മാഞ്ഞുപോയിരിക്കുന്നു. ഇടയ്ക്ക് ആശ്വാസമെന്നോണം ഏകദിന ടീമിലേക്ക് വിളിക്കാറുണ്ടെങ്കിലും കളത്തിനിറങ്ങാനാകില്ലെന്ന് പന്തിന് പോലും അറിയാം. ഇനി IPLലേക്ക് വന്നാലോ, ആ പേര് വെറുമൊരു ട്രോൾ മെറ്റീരിയലായി മാറിയിരിക്കുന്നു. വാങ്ങുന്ന തുകയും അതിനനുസരിച്ചുള്ള പെർഫോമൻസും മാനദണ്ഡമാക്കുകയാണെങ്കിൽ IPLലെ എക്കാലത്തെയും മികച്ച ഫ്ലോപ്പുകളിലൊന്നായി ഋഷഭ് പന്തിനെ വിലയിരുത്തിയാലും തെറ്റുണ്ടാകില്ല. ഡൽഹി ക്യാപിറ്റൽസിൽ അയാൾക്കൊരു നല്ല കാലമുണ്ടായിരുന്നു. 2016 സീസണിൽ 1.9 കോടിക്ക് ഡൽഹിയിൽ വന്നിറങ്ങിയ കൗമാരക്കാരൻ ആ സീസണിൽ 10 മത്സരങ്ങളിൽ 198 റൺസാണ് അടിച്ചത്. പിന്നാലെയുള്ള സീസണിൽ 366 റൺസ് അടിച്ചു കൂട്ടിയതോടെയാണ് ആ കൗമാരക്കാരൻ ശ്രദ്ധിക്കപ്പെടുന്നത്. 21കാരനായ അയാളുടെ അഗ്രസീവ്നെസ്സും ഹിറ്റിംഗ് എബിലിറ്റിയും കാരണം എല്ലാവർക്കും നന്നേ ബോധിച്ചു. പിന്നാലെ 2018 പന്തിന് 8 കോടി നൽകി ഡൽഹി നിലനിർത്തി. തങ്ങളുടെ ഭാവി ഈ യങ് സെൻസേഷനിലാണെന്ന് തിരിച്ചറിഞ്ഞ ഡൽഹി ഋഷഭ് പന്തിൽ അടുത്ത സൂപ്പർ സ്റ്റാറിനെ കണ്ടു. ആ സീസണിൽ ബാറ്റ് കൊണ്ട് തന്നിലർപ്പിച്ച വിശ്വാസവും പന്ത് കാത്തു. ഒരു സെഞ്ചുറിയും 173 സ്ട്രൈക്ക് റേറ്റും അടക്കം ആ സീസണിൽ നേടിയത് 684 റൺസാണ്. പന്തിൻ്റെ ഏറ്റവും മികച്ച IPL സീസൺ. അതോടെ പന്തിലേക്ക് കണ്ണുകളെല്ലാം നീണ്ടു. തൊട്ടടുത്ത സീസണിലും 488 റൺസ് അടിച്ചതോടെ പന്തിനെ വിശ്വസിക്കാൻ കൊള്ളാമെന്നായി. 2019 ഏകദിന ലോകകപ്പിൽ പന്തിനെ ഉൾപ്പെടുത്താത്തതും വലിയ വിമർശനങ്ങളാണ് ഉണ്ടാക്കിയത്. പിന്നീട് ശിഖർ ധവാന് പരിക്കേറ്റപ്പോൾ പന്തിനെ ലോകകപ്പ് ടീമിലേക്ക് ഉൾപ്പെടുത്തുന്നതും കണ്ടു. 2021 പന്തിനെ ഡൽഹി ക്യാപ്റ്റനാക്കി ഉയർത്തുന്നത്. ക്യാപ്റ്റൻസി പന്തിൻ്റെ പെർഫോമൻസിനെ നന്നായി ബാധിച്ചുവെന്ന് ബാറ്റിംഗിൽ വ്യക്തമായിരുന്നു. ആ സീസണിൽ 419 റൺസ് അടിച്ചുവെങ്കിലും സ്ട്രൈക്ക് റേറ്റ് 128 മാത്രമായിരുന്നു. പിന്നാലെയുള്ള സീസണിൽ ഡൽഹി പന്തിന് കൊടുക്കുന്ന തുക 16 കോടിയാക്കി ഉയർത്തിയെങ്കിലും കാര്യമായ പെർഫോമൻസ് കിട്ടിയില്ല. സ്ട്രൈക്ക് റേറ്റ് ഉയർന്നെങ്കിലും സീസണിലാകെ 340 റൺസ് മാത്രമാണ് പന്തെടുത്തത്. പിന്നാലെ പന്തിൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ച അപകടമെത്തി. ഡെറാഡൂൺ ഹൈവേയിൽ കത്തിയമർന്ന മെഴ്സിഡീസ് കാറിനുള്ളിൽ നിന്ന് പന്ത് ജീവിതത്തിലേക്ക് തിരിച്ചു കയറിയത് ഒരു അത്ഭുതമായിരുന്നു. മരണത്തിൻ്റെ വക്കിൽ നിന്ന് ഇനി ഒരിക്കലും ക്രീസിലേക്ക് മടങ്ങാൻ കഴിയില്ലെന്ന് ഡോക്ടർമാർ പോലും ഭയപ്പെട്ട ഘട്ടത്തിൽ നിന്ന് പന്ത് നടത്തിയ പോരാട്ടം ഒരു പ്രചോദനമാണ്. 2024 മടങ്ങിവരവ് സീസണിൽ 446 റൺസ് നേടിക്കൊണ്ട് പന്ത് തന്നെക്കുറിച്ചുള്ള സംശയങ്ങളെയെല്ലാം അസ്ഥാനത്താക്കി. പിന്നാലെ 2020 ലോകകപ്പ് ടീമിലും ഇടം പിടിച്ചു. പിന്നാലെയുള്ള 2024 മെഗാലേലത്തിൽ കണ്ടത് പന്തിൻ്റെ ബ്രാൻഡ് വാല്യൂ കുത്തനെ ഉയരുന്നതാണ്. KL രാഹുലിൽ തൃപ്തിയില്ലായിരുന്ന സഞ്ജീവ് ഗോയങ്ക ലേലത്തിൽ പന്തിനായി അങ്ങേയറ്റം വരെ പോയി. 27 കോടി എന്ന IPL ചരിത്രത്തിലെ ഏറ്റവും വലിയ തുകയായിരുന്നു പന്തിന് കൊടുത്തത്. പക്ഷേ ലക്നൗ കുപ്പായത്തിൽ പന്ത് നടത്തിയത് IPL ചരിത്രത്തിലെ ഡിസാസ്റ്റർ പെർഫോമൻസുകളൊന്നാണ്. കഴിഞ്ഞ സീസണിൽ 14 മത്സരങ്ങളിൽ നിന്നും നേടിയത് 269 റൺസ്. അതിൽ തന്നെ ലക്നൗ ടൂർണമെൻറ്റിൽ നിന്നും പുറത്തായതിനു ശേഷം നേടിയ സെഞ്ചുറിയാണ് പന്തിൻ്റെ സീസൺ സ്കോർ 269 എത്തിച്ചത്. അഥവാ കിട്ടുന്ന പണം റൺസുമായി ഒത്തുനോക്കിയാൽ ഒരു റൺസിന് ശരാശരി 10 ലക്ഷമാണ് ഗോയങ്കെ പന്തിന് നൽകിയത്. പുതിയ സീസണിലും കാര്യമായ മെച്ചമില്ല. സീസൺ പാതി പിന്നിടുമ്പോൾ പന്ത് ആകെ നേടിയത് 147 റൺസ് മാത്രം. 7 മത്സരങ്ങളിൽ ടീമിനെ നയിച്ചിട്ടും വിജയിച്ചത് 2 മത്സരങ്ങളിൽ മാത്രം. എന്താകും ഋഷഭ് പന്തിൻ്റെ ഭാവി? ഇനിയൊരു IPL ഓപ്ഷൻ വരുമ്പോൾ പന്തിനെ ആർക്ക് വേണ്ടിവരും? പന്തിൻ്റെ ഇന്ത്യൻ വൈറ്റ് ബോൾ കരിയർ അവസാനിച്ചോ? ടെസ്റ്റ് ക്രിക്കറ്റിൽ അഗ്രസീവായി ഞെട്ടിക്കുന്ന പന്തിനെ വൈറ്റ് ബോളിൽ പാളുന്നത് എവിടെയാണ്? നോക്കാം. പന്തിൻ്റെ പ്രതിഭയിലും അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യലിലും BCCIക്ക് വലിയ വിശ്വാസമുണ്ടായിരുന്നു. കൂടാതെ വലങ്കയന്മാരുടെ ധാരാളിത്തമുണ്ടായിരുന്ന ടീമിലെ ഇടങ്കയൻ എന്ന ലേബലും പന്തിന് തുണയായി. 2017 മുതൽ 2024 വരെയുള്ള കാലത്തായി 76 2020കളിൽ പന്ത് ഇന്ത്യക്കായി കളിച്ചിട്ടുണ്ട്. പക്ഷേ നേടിയത് 23 ആവറേജിൽ 1209 റൺസ് മാത്രം. സ്ട്രൈക്ക് റേറ്റ് 127. ഒരു സെഞ്ചുറി പോലും നേടാനായിട്ടില്ല. സഞ്ജു സാംസൺ അടക്കമുള്ള അനേകം വിക്കറ്റ് കീപ്പർ ബാറ്റർമാർ പുറത്തുള്ളപ്പോൾ പന്തിന് കിട്ടുന്നത് അനാവശ്യ പ്രിവിലേജാണെന്ന ആരോപണം നേരത്തെയുള്ളതാണ്. കണക്കുകൾ നോക്കുമ്പോൾ അത് ശരിയുമാണ്. ഏകദിനത്തിലെ കാര്യവും സമാനം തന്നെ. 31 മത്സരം കളിച്ച പന്തിൻ്റെ ആവറേജ് വെറും 33 മാത്രമാണ്. ആവശ്യത്തിലേറെ പരിഗണന പന്തിന് കിട്ടിയിട്ടുണ്ട് എന്ന് വ്യക്തം. എല്ലാ ഫോർമാറ്റിലും പന്ത് വേണമെന്ന വാശിയുള്ള സെലക്ടർമാർ അടുത്ത ധോണിയാക്കാനുള്ള പരിപാടിയായിരുന്നു. പക്ഷേ അത് നടന്നില്ല. പന്തിൻ്റെ T20 കരിയർ ഏതാണ്ട് അന്ത്യമായ മട്ടാണ്. 2024 ജൂലൈയിൽ ലങ്കയ്ക്കെതിരെയാണ് അവസാനമായി പന്ത് ഒരു T20 മത്സരം കളിച്ചത്. അതേസമയം പന്ത് കാരണം അവസരം നഷ്ടമായെന്ന ആരോപണമുണ്ടായിരുന്ന സഞ്ജുവും ഇഷാൻ കിഷനും കരിയർ ബെസ്റ്റ് ഫോമിലൂടെ ടീമിൽ ഇടം ഉറപ്പിക്കുകയും ചെയ്തു. വിക്കറ്റ് കീപ്പർ സ്പോട്ടിലല്ലാതെ ഫിനിഷറായോ ഇടങ്കൈൻ എന്ന ലേബലിലോ പന്തിനെ മടങ്ങി വരാനും സാധിക്കില്ല.
ഈ ടീം ഓൾറെഡി ഇടങ്കയന്മാരാലും ഫിനിഷർമാരാലും സമ്പന്നമാണ്. ഇനി ഏകദിന ടീമിലേക്ക് വന്നാലോ, അവിടെ KL രാഹുലിൻ്റെ സ്പോട്ട് ഉറപ്പാണ്. പന്തിന് 2ാം വിക്കറ്റ് കീപ്പർ എന്ന ലേബലിലും അധികകാലം ഇരിക്കാനാകില്ല. കാരണം സഞ്ജുവും കിഷനും അവിടേക്കും കാര്യമായ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ടീമിൽ ഇടം തേടി നടക്കുന്ന ഋതുരാജ് ഗെയ്ക്വാദും വിക്കറ്റ് കീപ്പിംഗ് ഗ്ലൗ അണിയാൻ ശേഷിയുള്ള ആളാണ്. ഋഷഭ് പന്തിൻ്റെ പ്രതിഭയിൽ ആർക്കും സംശയമില്ല. പക്ഷേ ബാറ്റിംഗ് സാങ്കേതിക പ്രശ്നങ്ങൾ, മാനസിക സമ്മർദ്ദം, കായികക്ഷമത എന്നിവയാണ് പ്രധാന വില്ലന്മാരാകുന്നത്. കൂടാതെ അനാവശ്യ ഷോട്ടുകളും സ്പിന്നർമാർക്കെതിരെ ടൈമിംഗ് തെറ്റുന്നതും അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് നഷ്ടപ്പെടുത്തുന്നു. 27 കോടി രൂപയുടെ റെക്കോർഡ് വില നൽകുന്ന സമ്മർദ്ദവും മറ്റുള്ളവരുമായുള്ള താരതമ്യങ്ങളും പന്തിൻ്റെ സ്വാഭാവിക ശൈലിയെ ബാധിക്കുന്നുണ്ട്. ശ്രേയസ് അയ്യരെ പോലുള്ളവർ ക്യാപ്റ്റൻസിക്കിടയിലും നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ പന്തിന് അതിന് സാധിക്കുന്നില്ല. 28 വയസ്സ് പിന്നിട്ട പന്തിന് മുന്നിൽ സമയം ഇനിയും ബാക്കിയുണ്ട്. പക്ഷേ എല്ലാം തിരിച്ചുപിടിക്കൽ ഇനിയൊരിക്കലും എളുപ്പമാകില്ല.